Really, you will love it. Hi, welcome to Sajis Innovations. നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു കിഡിലൻ ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈവനിങ് സ്നാക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ്റെ ഒക്കെ സ്റ്റൈലിൽ മുട്ട കൊണ്ടൊരു പ്രത്യേക വിഭവം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. ഇതിന് വേണ്ടത് ഒരു 4 മുട്ട ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ആദ്യം ഈ മുട്ട കൊണ്ട് നമുക്കൊന്ന് ഒരു ഓംലെറ്റ് ഉണ്ടാക്കണം. ഓംലെറ്റ് ഉണ്ടാക്കിയതിന് ശേഷം അത് വെച്ചിട്ടാണ് ബാക്കി ബാറ്ററൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ബാക്കി ഐറ്റം 3 കടക്കുന്നത്. അപ്പോൾ ഞാൻ 4 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണേ. ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോണത് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇടുന്നുണ്ട് കേട്ടോ. ചവച്ച മുളകാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് ഇടുന്നുണ്ട്, കുരുമുളക് പൊടി. ഒരല്പം ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ആവശ്യമായിട്ടുള്ള. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഇതാദ്യം നമുക്കൊരു ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കണം. ദേ ഒരു പാൻ ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് കേട്ടോ. സോ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ ഓംലെറ്റിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ. നമ്മുടെ മുട്ടയുടെ ഒരു വശം ഒന്ന് വെന്തിട്ടുണ്ടേ, നമുക്കിതിനെ മറിച്ച് കൊടുക്കാം. അതിങ്ങനെ ഒരു പാത്രം വെച്ചിട്ട് കമഴ്ത്തി എടുക്കണം എളുപ്പം കേട്ടോ, അല്ലെങ്കിൽ പാടാ. യെസ്, മറുവശവും അതുപോലെ വേവിട്ട് കേട്ടോ. നമ്മുടെ മുട്ടയപ്പോൾ 2 വശവും നന്നായിട്ട് വെന്തിട്ടുണ്ടേ, ഓംലെറ്റ് ആയിട്ടുണ്ടേ. നമുക്കിതിനൊരു ചോപ്പിംഗ് ബോർഡിലേക്ക് ഇടാം. ഓ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടല്ലേ. ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാണേ. അപ്പോൾ നമുക്കിനി ഈ ഓംലെറ്റിനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ 8 പീസാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബാറ്റർ ഉണ്ടാക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. മിക്സ് ഉണ്ടാക്കാൻ ഞാൻ ഒരു 2 കപ്പ് മൈദാമാവ്, 240 ml കപ്പ് കേട്ടോ. 2 കപ്പ് മൈദാമാവ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനിനി 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട്. ഇതൊരു 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പൗഡറാണ്. ജിഞ്ചർ ഗാർലിക് പൗഡർ വാങ്ങാൻ കിട്ടും. ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ജിഞ്ചർ ഗാർലിക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ ഇത് ഇങ്ങനെ വാങ്ങാൻ കിട്ടും, ജിഞ്ചർ ഗാർലിക് പൗഡർ. പറ്റിയാൽ അങ്ങനെ മേടിക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മീറ്റ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. മീറ്റ് മസാലയോ ചിക്കൻ മസാല എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടുന്നുണ്ട്. പിന്നെ ഇത്രയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതൊരു 2-3 ടേബിൾ സ്പൂൺ കണക്കാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുക കേട്ടോ. ഒരു 4 ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ. എന്നിട്ട് ഇതിന് നമ്മൾ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മളിത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഒത്തിരി ലൂസാവാനും പാടില്ല, ഒത്തിരി തിക്കാവാനും പാടില്ല. അപ്പോൾ ഇത് ഞാൻ മാറ്റി വെക്കുകയാണ്. ഇത് നമുക്ക് ബാക്കി പരിപാടികൾ ഒന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊരു പാൻ അടുപ്പത്തിൽ വെച്ചിട്ട് എണ്ണ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിൽ എടുത്തിരിക്കുന്നത് കേട്ടോ. അതേസമയം നമുക്കിതൊന്ന് ഓക്കെ ആക്കി എടുക്കാം. ഞാൻ ചെയ്യാൻ പോകുന്നത് ആദ്യം ഇതിൽ 1 പീസ് എഗ്ഗ് എടുത്തിട്ട് നമ്മുടെ ഈ ബാറ്ററിലേക്ക് ഒന്ന് മുക്കിയെടുക്കാം കേട്ടോ. ബാറ്ററിൽ നന്നായിട്ട് മുക്കിയിട്ട് ഈ മൈദ മിക്സിൽ മുക്കിയെടുക്കാം. ഇനി ഒന്നും കൂടെ നമ്മൾ ഈ ബാറ്ററിലേക്ക് തന്നെ മുക്കാം.
നമ്മളെ ബ്രോസ്റ്റഡ് ചിക്കൻ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലാട്ടോ ഇത്. വീണ്ടും മുക്കിയെടുക്കാം. കണ്ടോ, ഏതാണ്ട് ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ ഒരു ലുക്ക് വന്നില്ലേ? ഒരെണ്ണമായി. അതുപോലെ നമുക്ക് അടുത്തും ചെയ്യാം കേട്ടോ. ആദ്യം ഒന്ന് മുക്കുക, ഇതിലേക്ക് ഇടുക, വീണ്ടും ഒന്നുകൂടെ മുക്കിയെടുക്കുക. ഇതിലേക്ക് തന്നെ ഇടാം. ഒരെണ്ണം കൂടെ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ 3 എണ്ണം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒത്തിരി നേരം ഇതിങ്ങനെ മുക്കി വെക്കുകയാണെങ്കിൽ അതിൻ്റെ ക്രിസ്പിനെസ് കിട്ടില്ല. അതുകൊണ്ട് നമ്മളിത് 3 ചെയ്തതിന് ശേഷം അതിന് എണ്ണയിലിട്ടതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോ പീസായിട്ട് അങ്ങോട്ട് കൊടുക്കാം കേട്ടോ. കണ്ടോ, കറക്റ്റ് ടെക്സ്ചറാ. ഇത് കറക്റ്റ് ടെക്സ്ചർ കിട്ടണമെങ്കിൽ നന്നായിട്ട് നല്ല ചൂടിലിട്ട് കൊടുക്കുക കേട്ടോ. നല്ല അടിപൊളിയായിട്ടൊന്നല്ലേ. ഇനി ഒന്ന് തീ കുറച്ച് കൊടുക്കുക കേട്ടോ. ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ ഇടുക, എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക, എങ്കിൽ അകമൊക്കെ ഒന്ന് വെന്ത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെറ്റ് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റുകയാണേ. വാവ്, നമുക്കിതുപോലെ അടുത്ത സെറ്റ് കൊടുക്കാം കേട്ടോ. നമുക്കൊരു 3 ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ട കൊണ്ടുള്ള ബ്രോസ്റ്റഡ് സ്റ്റൈൽ സ്നാക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ കണ്ടോ, ആവി പറക്കുന്നത്. ഒന്ന് കഴിച്ചു നോക്കട്ടെ ഞാൻ. ആഹാ, കണ്ടോ എന്ത് ഭംഗിയായിരിക്കണമെന്നുണ്ടോ. റിയലി യു വിൽ ലവ് ഇറ്റ്. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. പിള്ളേർക്ക് 4 മണിക്ക് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. വളരെ ഈസിയാണ്, ഭയങ്കര എമ്മിയാണ്, ഭയങ്കര ലുക്കാണ്. നോക്കിയേ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഈസി റെസിപ്പി ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. മുട്ട മാത്രം മതി, ബാക്കി നമുക്കെല്ലാം നമ്മൾ കിട്ടുന്ന ഐറ്റംസ് മാത്രം തന്നെയുള്ള അതിനകത്ത്. ഉറപ്പായിട്ടും ട്രൈ ചെയ്തതിന് ശേഷം കമൻസ് എന്നെ അറിയിക്കുക എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട്. സോ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. ഓൾ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. സോ ഇതുപോലെ വെറൈറ്റി ആയ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.